2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ പാർട്ടിയിലെ ആഭ്യന്തര ജനാധിപത്യത്തെക്കുറിച്ചും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളെക്കുറിച്ചും രൂക്ഷമായ വിമർശനവുമായി ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തി. മലപ്പുറത്ത് നടന്ന EMS സ്മാരക ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ വിവാദ സ്ഥാനാർത്ഥിത്വത്തെ മുൻനിർത്തി അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പരോക്ഷമായി കടന്നാക്രമിച്ചത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച തീരുമാനം പാർട്ടി കേന്ദ്രങ്ങളിൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. CPMന്റെ കോട്ടയായി അറിയപ്പെട്ടിരുന്ന തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിൽ ഇത്തരമൊരു കുടുംബപരമായ മുൻഗണന വോട്ടർമാർക്കിടയിൽ വലിയ അതൃപ്തിക്കും പ്രതിഷേധത്തിനും വഴിയൊരുക്കുകയായിരുന്നു. പാർട്ടിയുടെ നയങ്ങൾക്കും പ്രവർത്തന ശൈലിക്കും വിരുദ്ധമായി സ്ഥാനാർത്ഥി നിർണയത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയെന്നാരോപിച്ച് വലിയൊരു വിഭാഗം അണികൾ തന്നെ രംഗത്തെത്തിയത് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി. പാർട്ടിക്ക് പരമ്പരാഗതമായി സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പോലും സ്വന്തം സ്ഥാനാർത്ഥികൾക്കെതിരെ ജനവികാരം തിരിഞ്ഞത് തിരഞ്ഞെടുപ്പ് ഫലത്തെയും പാർട്ടിയിലെ അധികാരഘടനയെയും പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഈ തീരുമാനത്തിനെതിരെ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ കടുത്ത അതൃപ്തിയും വിമർശനങ്ങളും ഉയരുകയും ഇതിന്റെ തുടർച്ചയെന്നോണം TK ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തത് CPMന്റെ ഘടനാപരമായ അടിത്തറയ്ക്ക് വലിയ വിള്ളലുണ്ടാക്കി. തങ്ങൾക്ക് ലഭിച്ച സ്വാധീനം ഉപയോഗിച്ച് സ്വതന്ത്രമായി മത്സരിച്ച വിമത നേതാക്കൾ മണ്ഡലത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ചതോടെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പാളിപ്പോയെന്നും നേതൃത്വം സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നുമുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. സെമിനാറിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകവേ പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളെക്കുറിച്ച് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉന്നയിച്ചത്. ഒരു നേതാവുമായി ബന്ധപ്പെട്ട വ്യക്തിയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ ആ തീരുമാനം പാർട്ടിയെ മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കാനും മാധ്യമങ്ങൾക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാനും അവസരമൊരുക്കുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയുമായിരുന്നുവെന്നും അത്തരം സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട നേതാവ് തന്നെ ഔചിത്യപൂർവ്വം പിന്മാറാൻ തയ്യാറാകണമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. നേതാക്കളുടെ യോഗ്യതയെക്കാളും കുടുംബ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്ന പ്രവണത പാർട്ടിയുടെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ബേബി മുമ്പുണ്ടായ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുടുംബാംഗങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയപ്പോൾ ജനം അവരെ തിരിഞ്ഞുപിടിച്ച് തോൽപ്പിച്ച ചരിത്രം മുന്നിലുണ്ടായിട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് മറുപടി നൽകാനാവാതെ പാർട്ടി നേതൃത്വം ഇപ്പോഴും വിയർക്കുകയാണെന്ന് പരോക്ഷമായി സമ്മതിച്ചു. കൂടാതെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണയത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്നും ഈ വീഴ്ച സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയതിലൂടെ പാർട്ടിയിലെ ആഭ്യന്തര ജനാധിപത്യത്തെക്കുറിച്ചും നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെക്കുറിച്ചുമുള്ള വിയോജിപ്പിനെ കുറിച്ചും വളരെ ഗൗരവകരമായ സൂചനകളാണ് അദ്ദേഹം നൽകിയത്. തന്റെ പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാമതായി ജനസേവകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാധ്യമങ്ങൾ ഇതിന് ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയെങ്കിലും പാർട്ടിക്കുള്ളിലെ വീഴ്ചകളെ മൂടിവെക്കാൻ ഇത് കാരണമാകരുത്. UDFൽ ഇത്തരം പ്രവണതകൾ സാധാരണമാണെങ്കിലും CPMന്റെ മൂല്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് തീർത്തും അസ്വീകാര്യമാണെന്ന ധ്വനിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത് കേവലം ഒരു പരാജയമല്ല, മറിച്ച് പാർട്ടിയുടെ സംഘടനാപരമായ അടിത്തറയെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു കനത്ത തിരിച്ചടിയാണെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ ഇതിനകം വിലയിരുത്തി കഴിഞ്ഞു. ഇത്തരം ഒരു കനത്ത തോൽവി പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണെന്ന് തിരിച്ചറിവ് പാർട്ടി നേതൃത്വത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പാർട്ടിയിലെ സമുന്നത നേതാക്കളിൽ ഒരാളായ TK ഗോവിന്ദൻ പാർട്ടി വിട്ടുപോയതും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത സ്വരമുയർത്തി മത്സരിച്ചവർ വിവിധ മണ്ഡലങ്ങളിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ചതും പാർട്ടി നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും സംഘടനാപരമായ പിടിപ്പുകേടും എത്രത്തോളം ഉണ്ടാവുമെന്നതിന്റെ കൃത്യമായ തെളിവുകളായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയും സ്ഥാനാർത്ഥി നിർണയത്തിലെ അശാസ്ത്രീയമായ രീതികളും പാർട്ടിക്കേറെ സ്വാധീനമുണ്ടായിരുന്ന മേഖലകളിൽ പോലും വോട്ടർമാരെ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ കാരണമായെന്ന് KE ഇസ്മായിൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി തന്നെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. ഈ പരാജയം പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ അണികളിലും പൊതുസമൂഹത്തിലും വലിയ തോതിലുള്ള അതൃപ്തി പുകയുന്നുണ്ടെന്നുമുള്ള യാഥാർത്ഥ്യം പാർട്ടി ഗൗരവകരമായി കാണേണ്ടതുണ്ടെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നു. MA ബേബിയുടെ ഈ തുറന്നുപറച്ചിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് പ്രത്യേകിച്ച് MV ഗോവിന്ദന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. താഴെ തട്ടിൽ ജനങ്ങളുമായി ബന്ധം മുറിഞ്ഞു പോകുന്നത് പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യുമെന്നും സ്വയം വിമർശനം നടത്തി പാർട്ടിയെ തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകൾ വെറും ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അത് പാർട്ടി നയങ്ങളിലെ വീഴ്ചയാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ വിഷയം പാർട്ടി ഘടകങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. പാർട്ടിയുടെ നിലനിൽപ്പിനായി നേതൃത്വം സ്വയം തിരുത്തലിന് തയ്യാറാകുമോ അതോ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ മുന്നോട്ട് പോകുമോ എന്നത് വരും കാല രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്.